വെളുപ്പിനെ 2 മണിയോട് കൂടി നമ്മുടെ ചേറ്റുവഴിയിലെ ഈ പ്രദേശത്ത് നമ്മുടെ കിഴക്ക് സൈഡിൽ SNDPയുടെ ഭാഗത്ത് വരുന്ന ഈ പ്രദേശത്ത് ഒരു 4-5 കടകളിൽ മോഷണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് CC ക്യാമറ ദൃശ്യത്തിൽ നമ്മൾ നോക്കിയപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു മുഖംമൂടി ധരിച്ച ഒരാൾ നമ്മുടെ ഇവിടെ ഒരു പിക്കപ്പ് വാഹനത്തിൻ്റെ സൈഡിൽ വന്ന് മറിഞ്ഞു നിൽക്കുന്നു. അത് ഏതാണ്ട് 1:58-നാണ് 2 മണിയോട് കൂടി കറണ്ട് പോയി. 2 മിനിറ്റ് അവൻ അവിടെ നിന്നതിന് ശേഷം കറണ്ട് പോയതിന് ശേഷം ആദ്യം നമ്മുടെ ഈ ലാബിൻ്റെ താഴാണ് എല്ലാം എന്തോ താഴെ ലോക്ക് വെച്ച് എന്നിട്ട് കമ്പി വെച്ച് താഴെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി. ഇതിനകത്ത് ക്യാഷ് കൗണ്ടറിൽ നോക്കി പൈസ നോക്കിയിട്ട് ഇതിനകത്ത് പൈസ ഇല്ലായിരുന്നു, എടുത്തില്ല. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് അത് കമ്പമട്ടിൻ്റെ പോലീസ് സ്റ്റേഷൻ ഏരിയയാണ്, ഇത് വണ്ടമേട്ട് ഏരിയയാണ്. അവിടെയുള്ള 2-3 കടകളിൽ ഈ കാണുന്ന ഈ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കട, പിന്നെ മറ്റേ A1 ആ 2 കടയിൽ കയറി, അപ്പുറത്തെ സ്പെയർ പാർട്സ് കടയിൽ കയറി, ബാറ്ററി കടയിൽ കയറി. 5 കടയിലായിട്ടാണ് കയറിയിരിക്കുന്നത്. 5 കടയിൽ കയറി. അപ്പോൾ രാവിലെ 2 മണിയോടുകൂടി കറണ്ട് പോയി. ഇന്ന് രാവിലെ 8 മണിക്കാണ് കറണ്ട് വരുന്നത്. അപ്പോൾ KSE ബോർഡുമായിട്ട് വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അവർ ലൈമമാർ രാവിലെ വന്ന് കറണ്ടില്ലെന്നും പറഞ്ഞ് ചെയ്തിട്ടുള്ള ആൾക്കാർ വിളിച്ചപ്പോൾ രാവിലെ ലൈമമാർ വന്ന് നോക്കിയപ്പോൾ 2 ട്രാൻസ്ഫോമർ, ഒന്ന് നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ണമ്പളക്കപ്പടിയിലിരിക്കുന്ന ട്രാൻസ്ഫോമർ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് CC ക്യാമറ ദൃശ്യത്തിൽ മുഖംമൂടി ധരിച്ച് 2 പേര് വന്ന് ഓഫ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഇതേപോലെ സാമ്യം ഒരു മോഷണമാണ് നമ്മുടെ ബാങ്കിനോട് ചേർന്നുള്ള കോട്ടാർ സർവീസ് ബാങ്കിൻ്റെ മെഡിക്കൽ സ്റ്റോറിൽ കയറി ഇതുപോലൊരു മോഷണം നടന്നിട്ടുണ്ട്. അതേതാണ്ട് 4-5 മാസമായതുള്ളൂ. അതേ സാമ്യമായിട്ടുള്ള തന്നെ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. എന്തായാലും എല്ലാ കടകളിൽ നിന്നും സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയിട്ടില്ല. എല്ലാ കടകളിലും കയറി മേശയ്ക്കകത്തുള്ള പൈസകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. തുച്ഛമായ കുറേ പൈസകൾ എല്ലാ കടകളിലും ഉള്ളായിരുന്നു. A1 മാത്രം ഏതാണ്ട് 3500 രൂപയോളം പൈസ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സ്പെയർ പാർട്സ് കട ഏതാണ്ട് 1200 രൂപ ഉള്ളായിരുന്നു. അങ്ങനെ ചില്ലറ പൈസ വരെ പെറുക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് വളരെയധികം, കാരണം 5 കടകളിൽ കറണ്ട് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ CC ക്യാമറ സംവിധാനമുള്ള ഈ മേഖലയിൽ 5 കടകളിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. അത് ഭയങ്കര ഒരു മോഷണമാണ്. അതിശക്തമായ രീതിയിൽ അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വില കൊടുത്തും ഇത് നമ്മൾ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യമാണ്. കാരണം ഇതുപോലെ ഒരു മോഷണം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. 5 കടകളിലാണ് കയറിയിരിക്കുന്നത്, ഒരു കടയല്ല. അതുകൊണ്ട് രാവിലെ എല്ലാ മേഖലയിലുള്ള കടകളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു മോഷണമാണ് നമ്മൾ നടന്നിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ഓണക്കാലത്ത് മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം. വുഡ്പക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, കട്ടപ്പന. 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും വുഡ്പക്കറിന്റെ ഓണ സമ്മാനം. ഏവർക്കും വുഡ്പക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾ. വുഡ്പക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന.